ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീട് പാലുകാച്ചിൻ്റെ ഒരു ഹോം ടൂറും പിന്നെ കുറഞ്ഞ വിശേഷവും. അപ്പോൾ ഈ നിൽക്കുന്ന ആളുടെ വീടാണ് കേട്ടോ പാലുകാച്ച്. അപ്പോൾ ഞങ്ങളെ ക്ഷണിച്ചിരുന്നു, ഞങ്ങൾ വന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണേണ്. അവിടെ ഗിഫ്റ്റുകൾ കിട്ടിയ കുറേ പടമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനും ചഞ്ചും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പോയി അവിടെ ഒരു ഹിന്ദു ആചാര്യപ്രകാരമാണ് കേട്ടോ അവരവിടെ ക്രിയകളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു വീടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമൊക്കെ തോന്നി. 2 റൂമും ഒരു വലിയ ഒരു വരാന്തയും ഒരു അടുക്കളയും കൂടെ ചേർന്ന ഒരു സുന്ദരമായ ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം രാവിലെ തുടങ്ങിയ ഫംഗ്ഷനാണ് കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ സന്ധ്യയായി. അപ്പം നല്ല നല്ല വർക്കുകളാണ് കേട്ടോ അവിടെ ചെയ്തിരിക്കുന്നത്. തറയായിരുന്നാലും അവരുടെ ഓരോ സ്ഥലങ്ങളിൽ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓരോ ഷെൽഫൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു സ്വർഗം പോലത്തെ ഒരു വീടായിരുന്നു കേട്ടോ. ആ ടൈലിൻ്റെ കളറൊക്കെ ആണെങ്കിൽ പോലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി നേരിട്ട് കണ്ടപ്പോൾ. ഇപ്പോൾ നമുക്ക് ആ ജനലിൽ കൂടെ പുറത്തൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ താഴെ ഇറങ്ങി വന്നപ്പം എൻ്റെ അടുത്തൊരു മോള് വന്ന് നിൽപ്പുണ്ട്. അത് ആ കുട്ടിയുടെ മകളാണ് കേട്ടോ. ഈ മോള് ഇൻസ്റ്റയിൽ അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ചെയ്തിടുന്ന ഒരു മോളാണ്. ഇത് ചഞ്ചുവിൻ്റെ ചേച്ചിയാണ്. അത് അപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സുനിത എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്. അപ്പോൾ എല്ലാവരും വന്ന് സന്തോഷത്തോടെ ഞങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ മോളാണ് എനിക്ക് ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ പ്രചോദനം തന്നത് കേട്ടോ. മോളുടെ വീഡിയോ കണ്ട് ഇഷ്ടം തോന്നിയാണ് ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ കാഴ്ചകളൊക്കെ അവിടെ നിന്ന് കണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച് നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കൊക്കെ വെച്ച സമയത്താണ് എൻ്റെ മോൻ പറയുകയാണ്, നമുക്കൊന്ന് പുറത്ത് പോയാലോ, അമ്മേനെ കൊണ്ട് ഒന്ന് പോകാം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇതിന് മുമ്പ് ഒരു ദിവസം എന്നെ പുറത്ത് കൊണ്ടുപോയപ്പോഴേ ചായ എനിക്ക് മേടിച്ച് തരാൻ വേണ്ടി അവന് പറ്റിയില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് ചായ ഒന്ന് വാങ്ങിച്ച് തരാം, അതുകൊണ്ട് നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി മോൻ പോവുകയാണ്. അങ്ങനെ സിറ്റിക്കകം മൊത്തം എൻ്റെ മോൻ കൊണ്ട് വീണ്ടും എനിക്കൊന്ന് കാണിച്ചു തന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു കടയുടെ അവിടെ വന്നു. ഈ സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എവിടെയാണെന്നുള്ളത്, അത് അവനെ അറിയാമെന്നുള്ളൂ. ഞാൻ ചോദിക്കാനും മറന്നുപോയി. അപ്പോൾ ഒരു ഷാർജയും ഒരു ഷവർമയും പറഞ്ഞിട്ടാണ് ഇരിക്കണം കേട്ടോ ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇച്ചിരി തിരക്കുണ്ട്, അകത്ത് ആൾക്കാരിരിപ്പുണ്ട്, പുറത്ത് ജോലി അങ്ങനെ നമുക്ക് മുമ്പ് ഓർഡർ കൊടുത്തവർക്കൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരവിടെ. അപ്പം ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ കുഞ്ഞു വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊന്ന് പകർത്തി എടുക്കുകയാണ് കേട്ടോ. രാത്രിയുള്ള കാഴ്ചകളും യാത്രകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് സമയമായപ്പം ഇതിൻ്റെ ആളുണ്ടല്ലോ, ഇത് ഓർഡർ ചെയ്ത സാധനം ഞങ്ങൾക്ക് കൊണ്ടുതരാൻ വേണ്ടി വന്നു. അപ്പോൾ ആദ്യം വന്നത് നമ്മുടെ ഷാർജയാണ്. ഇത് ഹോർലിക്സ് ഷാർജയാണ് കേട്ടോ. അതിനുശേഷം നമ്മളുടെ ഷവർമയും വന്നു. കാരണം നമ്മൾ പാലിയച്ച് വീട്ടിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതാണ്. പിന്നെ അവൻ്റെ ഒരു സന്തോഷത്തിന് അവൻ വാങ്ങിച്ച് തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു, അവനത് കഴിച്ചു. അപ്പം എനിക്ക് കൂടുതൽ തണുപ്പ് കഴിച്ചുകൂടാ, എന്നാലും ഞാൻ ഈ പ്രാവശ്യം അവൻ വാങ്ങിച്ച് തന്നതുകൊണ്ട് കുടിച്ച്. ചായ ഈ പ്രാവശ്യം നമുക്ക് കുടിക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് കടയുടെ ആളുടെ എത്ര രൂപ എന്നൊക്കെ ചോദിച്ച് പൈസയൊക്കെ മോൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ഞങ്ങളങ്ങ് വീട്ടിൽ വന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ കാണുന്നത് വരെ ബൈ, ടാറ്റ, സീ യു.